നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി 1200-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി. ഇന്ന് പുതുവർഷ ആരംഭമാണ്. ചിങ്ങം 1. പുതിയ നൂറ്റാണ്ടും ആരംഭിക്കുകയാണ്. 1200-ാം ആണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിലേക്ക് പോവുകയാണ്. 1200-ാം ആണ്ട് ആരംഭിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം അത്ര കണ്ട് നല്ല നക്ഷത്രമല്ല. ഇപ്പോൾ പൂരാട നക്ഷത്രം മാത്രമല്ല, ആഴ്ച ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ പൊതുവേ പലതരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ കൊടുക്കുന്ന ദിവസമാണ്. പുതുവർഷം ആരംഭിച്ചതും നെഗറ്റീവോട് കൂടിയാണ്, തടസ്സത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഇന്ന്, അതായത് ചിങ്ങമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, പൂരാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് എടുക്കുന്നവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് കഷ്ടകാല സമയം വരും. അത് തടസ്സവും ശാരീരിക ബുദ്ധിമുട്ടും മനസ്സുഖമില്ലായ്മയും കേസും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും നമുക്ക് ഈ ഒരു വർഷമെന്ന് അറിയുക. അതുകൊണ്ട് വളരെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനിവ്രതം നോക്കണം. അതുപോലെ എല്ലാ ദിവസവും സൂര്യഭഗവാനെ തൊഴുത് പോകണം. കാരണം ശനിയുടെ പിതാവാണ് സൂര്യൻ. അച്ഛനെ തൊഴുന്ന കണ്ടാൽ ശനി ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് പോകണം. അതിന് ഒപ്പം തന്നെ ഒരു ശനീശ്വര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം. ഇവിടെ ദോഷ പരിഹാരത്തിനായിട്ട് നമുക്ക് ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇന്നത്തെ ദിവസം യാത്ര തിരിക്കുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം വരുന്നത് തന്നെ 9:24 തൊട്ട് 10:56 വരെ രാഹുകാല സമയം. കലണ്ടറിൽ 9 തൊട്ട് 10 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും 9:24 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത സമയമാണ് ഗുളികനും യമകണ്ഠനും. ഗുളികകാല സമയം വരുന്നത് 6:19 തൊട്ട് 7:51 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 2:01 തൊട്ട് 3:33 വരെയും. ഈ സമയം വളരെ ദോഷപ്രദമായ സമയമാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ നല്ലതല്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾക്ക് എടുത്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കുക. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:04 തൊട്ട് 48 നേരം 52 വരെ, 12:52 വരെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം. പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യത്തിനും ഒക്കെ ഇടവരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. പക്ഷെ ഇന്നത്തെ ദിവസം ആയതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കറുപ്പ് വസ്ത്രമോ നീല വസ്ത്രമോ കറുപ്പും നീലയും മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ എങ്കിലും നീലയോ കറുപ്പോ വസ്ത്രം നമ്മൾ കൂടെ കരുതുന്നത് നമ്മളിലേക്ക് പ്രകൃതി ശക്തി, പ്രകൃതിയിൽ നിൽക്കുന്ന ശനിയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.